ഈ പുസ്തകത്തിന്റെ ഓരോ അധ്യായത്തിലും 500ഓളം ധനികർ എങ്ങനെ അവരുടെ നിധികുംഭങ്ങൾ നേടിയെടുത്തു എന്നതിന്റെ രഹസ്യം പ്രതിപാദിച്ചിട്ടുണ്ട്. ഇവരെയെല്ലാം ദീർഘകാലമായി, വളരെയധികം വർഷങ്ങളായി ശ്രദ്ധാപൂർവം ഞാൻ വിശകലനം ചെയ്തിട്ടുണ്ട്. നൂറ്റാണ്ടിനു മുമ്പ് ആൻഡ്രൂ കാർനെജാണ് ഈ രഹസ്യം എന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. നല്ലവനായ ആ സ്കോട്ടിഷുകാരൻ അത് എന്റെ മനസ്സിലേക്ക് വിക്ഷേപിച്ചിടുകയായിരുന്നു. പക്ഷേ അന്ന് ഞാനൊരു പയ്യനായിരുന്നു. അദ്ദേഹം കസേരയിൽ ചാരിയിരുന്നു. കണ്ണുകൾ തിളങ്ങി. പറഞ്ഞുതന്നതെല്ലാം എനിക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നറിയാൻ, അതിനുള്ള ബുദ്ധി എനിക്കുണ്ടോ എന്നറിയാൻ എന്നെ തന്നെ നോക്കിയിരുന്നു. ആശയം ഞാൻ പിടിച്ചെടുത്തിരിക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ, ഇത് ലോകത്തിന് സമക്ഷമെത്തിക്കാൻ 20ലേറെ വർഷങ്ങൾ ചിലവിടാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. ഈ രഹസ്യമറിയാതെ അവരുടെ ജീവിതം മുഴുക്കെ പരാജയത്തിലകപ്പെട്ട് ചിലവിടുന്നവരുടെ അരികിലേക്കെത്തിക്കാൻ തയ്യാറാണെന്ന് ഞാൻ അറിയിച്ചു. കാർനെജിന്റെ സഹകരണത്തോടെ ഞാൻ എന്റെ വാഗ്ദാനം പാലിച്ചു. ഈ പുസ്തകത്തിൽ ആ രഹസ്യമുണ്ട്. ആയിരക്കണക്കിനാളുകൾ ഇത് പ്രായോഗികമാണെന്ന് കണ്ടെത്തി. ജീവിതത്തിന്റെ നാനാതുറയിലുള്ളവർ അതിലുണ്ടായിരുന്നു. ആ മാന്ത്രിക ഫോർമുല കാർനെജിന്റെ ആശയമായി. അതദ്ദേഹത്തിന് വലിയ സൗഭാഗ്യങ്ങൾ കൊണ്ടുവന്നതാണ്. ജനങ്ങൾ എങ്ങനെ ധനികരായി, അവർ എങ്ങനെ പണം സമ്പാദിക്കുന്നു എന്ന് അന്വേഷിക്കാൻ സമയമില്ലാത്ത ജനങ്ങൾക്കിടയിൽ എത്തിക്കാൻ അതിനാലാണ് അദ്ദേഹം തയ്യാറായത്. ഈ സൂത്രവാക്യത്തിന്റെ കരുത്ത് എത്രയുണ്ടെന്ന് പരിശോധിക്കാനും അത് ജനമധ്യത്തിൽ അവതരിപ്പിക്കാനും എല്ലാ വിഭാഗങ്ങളിലുമുള്ള സ്ത്രീപുരുഷന്മാരിൽ അനുഭവവേദ്യമാക്കാനും അദ്ദേഹമാണെന്നെ പ്രേരിപ്പിച്ചത്. ഈ സൂത്രവാക്യം എല്ലാ പൊതുവിദ്യാലയത്തിലും പഠിപ്പിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഇത് ശരിയായ വിധത്തിൽ പഠിപ്പിക്കുകയാണെങ്കിൽ ഇവിടത്തെ വിദ്യാഭ്യാസ വ്യവസ്ഥയിൽ അത് വിപ്ലവകരമായ മാറ്റം വരുത്തുമെന്നും കുട്ടികൾ സ്കൂളിൽ ചിലവിട്ട സമയം പകുതിയാക്കാൻ സഹായിക്കുമെന്നും അദ്ദേഹം വിശ്വസിച്ചു. 20 വർഷം നീണ്ടുനിന്ന പ്രായോഗിക പരീക്ഷണങ്ങൾക്ക് വിധേയമാകുന്നതിനു മുമ്പ് തന്നെ ഈ രഹസ്യം നൂറുകണക്കിന് സ്ത്രീ പുരുഷന്മാർക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവർ അത് അവരുടെ സ്വകാര്യ ലാഭങ്ങൾക്കായി, ഗുണങ്ങൾക്കായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ചെയ്യണം എന്ന് കാർനെജും പദ്ധതിയിട്ടിരുന്നു. ചിലർക്ക് അതുപയോഗിച്ച് വലിയ സൗഭാഗ്യങ്ങൾ, സമ്പത്തുകൾ നേടാനായിട്ടുണ്ട്. മറ്റു ചിലർ അതുപയോഗിച്ച് തങ്ങളുടെ കുടുംബവുമായി നല്ല സമവായത്തിലെത്തിയിട്ടുണ്ട്. ഒരു പുരോഹിതൻ ഇത് ഉപയോഗിക്കുക വഴി വർഷത്തിൽ $75,000 വരുമാനമുണ്ടാക്കാനായി. ഈ രഹസ്യം ടെക്സാസിലെ ഡളാസിലുള്ള സ്റ്റുവാർട്ട് ഓസ്റ്റിൻ വിയർക്ക് കൈമാറുകയുണ്ടായി. അദ്ദേഹം അതുപയോഗിക്കാൻ തയ്യാറായി. തന്റെ ജോലി രാജിവെച്ച് അദ്ദേഹം നിയമം പഠിക്കാൻ തുടങ്ങി. എന്നാൽ വിജയിച്ചോ? ആ കഥയും ഇവിടെ പറയുന്നുണ്ട്. ജെന്നിങ്സ് റാൻഡോൾഫിനും ഈ രഹസ്യം കൈമാറുകയുണ്ടായി. അദ്ദേഹം ബിരുദമെടുത്തിറങ്ങിയ അതേ വർഷത്തിലാണ് ഞാൻ ഈ രഹസ്യം കൈമാറിയത്. അയാളത് നല്ല രീതിയിൽ ഉപയോഗിച്ചു. ഇപ്പോൾ 3ാം വട്ടവും കോൺഗ്രസിൽ അംഗമായിരിക്കുന്നു. ഒരു പക്ഷേ ഇതേ പാത പിന്തുടർന്നാൽ നാളെ അദ്ദേഹം വൈറ്റ് ഹൗസിൽ എത്തിച്ചേർന്നു എന്നും വരാം. ഒരു കാലത്ത് ഞാൻ ലാസല്ലെ എക്സ്റ്റൻഷൻ സർവകലാശാലയിൽ ജോലി ചെയ്തിരുന്നു. അവിടെ പരസ്യവിഭാഗത്തിൽ മാനേജരായിരുന്നു. അക്കാലത്ത് വലിയ പ്രശസ്തിയൊന്നുമില്ലാത്ത ഒരു സ്ഥാപനമായിരുന്നു അത്. അവിടെ വെച്ച് സർവകലാശാലയുടെ പ്രസിഡന്റായിരുന്ന ജി ചാപ്ലിൻ ഈ സൂത്രവാക്യം വളരെ ഫലപ്രദമായി ഉപയോഗിക്കുന്നത് ഞാൻ കാണുകയുണ്ടായി. അതുപയോഗിച്ച് ആ സ്ഥാപനത്തെ രാജ്യത്തെ തന്നെ മികച്ച സ്ഥാപനങ്ങളിൽ ഒന്നാക്കി ഉയർത്തുന്നത് കാണാനുള്ള ഭാഗ്യമുണ്ടായി. ഞാൻ പ്രതിപാദിക്കുന്ന ഈ രഹസ്യത്തെക്കുറിച്ച് 1000 തവണയെങ്കിലും ഈ പുസ്തകത്തിൽ ഉടനീളം പറയുന്നുണ്ട്. അതിന് നേരിട്ടൊരു പേരൊന്നും നൽകിയിട്ടില്ല. അതിനെ നേരിട്ട് കാണിച്ചിട്ടുമില്ല. വെറുതെ അങ്ങനെ തുറന്നു വെച്ചാൽ അത് കൂടുതൽ നന്നായി പ്രവർത്തിക്കും എന്നതാണ് വാസ്തവം. തയ്യാറായിരിക്കുന്നവർ, അതിനെ തിരയുന്നവർ അത് കണ്ടെത്തും. അതുകൊണ്ടാണ് വളരെ ശാന്തമായി കാർനെജ് എനിക്ക് നേരെ എറിൻ തന്നത്. അതിനൊരു പേരുപോലും നൽകാതെ. പ്രയോഗിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ മിക്കവാറും എല്ലാ അധ്യായങ്ങളിലും ഒരിടത്തെങ്കിലും അത് കാണാനാകും. ഈ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ആ വർഷം കോളേജ് വിദ്യാഭ്യാസം അവസാനത്തിലെത്തിയിരുന്ന എന്റെ മകൻ ഇതിന്റെ കൈയെഴുത്ത് പ്രതിയെടുത്ത് 1-2 അധ്യായം വായിക്കുകയുണ്ടായി. അയാൾക്ക് ഇതിലെ രഹസ്യം കണ്ടെത്താനായി. ആ വിവരം അയാൾ വളരെ ഫലപ്രദമായി ഉപയോഗിച്ചു. അതുമൂലം വളരെ മികച്ച ഒരു ജോലിയിൽ പ്രവേശിക്കാനായി. കോളേജിൽ നിന്ന് പുറത്തുവരുന്നവർക്ക് സാധാരണ ലഭിക്കുന്നതിൽ നിന്നും മികച്ച വേതനം അയാൾക്ക് ലഭിച്ചു. 2ാമത്തെ അധ്യായത്തിൽ ഞാൻ അയാളുടെ കഥ ഹ്രസ്വമായി സ്പർശിച്ചു പോകുന്നുണ്ട്. 2ാം ലോക മഹായുദ്ധകാലത്ത് പ്രസിഡന്റ് വുഡ്രോ വിൽസൺ അതിവ്യാപകമായി ഉപയോഗിച്ച ഒരു സൂത്രവാക്യമാണിത്.
യുദ്ധത്തിൽ പങ്കെടുത്ത എല്ലാ യോദ്ധാക്കൾക്കും ഇത് കൈമാറുകയുണ്ടായി. യുദ്ധമുന്നണിയിലേക്ക് അയക്കുന്നതിന് മുമ്പുള്ള പരിശീലനത്തിന്റെ ഭാഗമായി അതിൽ പൊതിഞ്ഞുകെട്ടിയാണത് നൽകപ്പെട്ടത്. 20 വർഷങ്ങൾക്ക് മുമ്പ് അക്കാലത്ത് ഫിലിപ്പൈൻസിലെ റെസിഡന്റ് കമ്മീഷണറായിരുന്ന ബഹുമാന്യ മാനുവൽ എൽ ക്വീസൻ ഈ രഹസ്യത്തിൽ ആകൃഷ്ടനായി. തന്റെ ജനതയുടെ സ്വാതന്ത്ര്യത്തിനിത് ഉപകരിക്കും എന്നതിനാലാണദ്ദേഹം ഇതിൽ ആകൃഷ്ടനായത്. അദ്ദേഹം ഫിലിപ്പൈൻസിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തു. സ്വതന്ത്ര രാഷ്ട്രത്തിന്റെ ആദ്യ രാഷ്ട്രപതിയായി. ഈ രഹസ്യസൂത്രവാക്യത്തിന്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ അത് നേടിയെടുത്ത് ഉപയോഗിക്കുന്നവർ മിക്കവാറും പൊടുന്നനെ വിജയത്തിന്റെ കൊടുമുടി കയറുന്നു എന്നതാണ്. അതിനായി അവർക്ക് കഠിനാധ്വാനം ചെയ്യേണ്ടിവരുന്നില്ല. അവർ പിന്നെ പരാജയമെന്തെന്ന് അറിയുന്നില്ല. ഇതിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഇതുപയോഗിച്ചിട്ടുള്ളവരുടെ പേര് വിവരങ്ങൾ പരിശോധിക്കുക. ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രഹസ്യം വില കൊടുക്കാതെ ലഭിക്കുന്ന ഒന്നല്ല. എന്നാൽ ആ വില അതിന്റെ മൂല്യത്തേക്കാൾ വളരെ കുറവാകുന്നതാകും. അതിനായി തിരയാത്തവർക്കാകട്ടെ ബോധപൂർവം തിരയാത്തവർക്കാകട്ടെ എന്ത് വില കൊടുത്താലും അത് ലഭിക്കുകയുമില്ല. ഇത് 2 ഭാഗങ്ങളിലായാണ് വരുന്നത് എന്നതാണിന് കാരണം. ഇത് അന്വേഷിച്ച് കണ്ടെത്താൻ തയ്യാറുള്ളവരിൽ അതിന്റെ ആദ്യ ഭാഗമുണ്ട്. ഇത് സ്വീകരിക്കാനും ഉപയോഗിക്കാനും തയ്യാറുള്ളവരിൽ ഈ രഹസ്യം നല്ല രീതിയിൽ പ്രവർത്തിക്കും. ഇതിന് വിദ്യാഭ്യാസവുമായി യാതൊരു ബന്ധവുമില്ല. ഞാനൊക്കെ ജനിക്കുന്നതിനും വളരെ മുമ്പ് തോമസ് എ എഡിസണിന്റെ കൈവശം ഈ രഹസ്യം കാണപ്പെട്ടു. അതദ്ദേഹം വളരെ ബുദ്ധിപൂർവം ഉപയോഗിച്ചു. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വിഖ്യാതനായ കണ്ടുപിടുത്തക്കാരിൽ ഒരാളായി. അദ്ദേഹം ആകെ 3 മാസമേ സ്കൂളിൽ പഠിച്ചിട്ടുള്ളൂ എന്നത് മറക്കരുത്. ആദ്യ അധ്യായത്തിന്റെ തുടക്കത്തിൽ അദ്ദേഹത്തിന്റെ കഥ നിങ്ങൾക്ക് കാണാനാകും. ധനം, സമ്പത്ത് എന്നിവ നിങ്ങൾക്ക് കൈയെത്താവുന്നതിലും ദൂരെയല്ല എന്ന് അപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും. നിങ്ങൾ എന്താഗ്രഹിക്കുന്നോ അതാകാനാകും എന്ന് ബോധ്യപ്പെടും. ധനം, പ്രശസ്തി, അംഗീകാരം, ആനന്ദം എന്നിവയൊക്കെ വേണമെന്ന് ആരാഗ്രഹിക്കുന്നുവോ, അതിനായി ആരൊക്കെ തയ്യാറായിരിക്കുന്നുവോ, അതിനായി പ്രവർത്തിക്കാൻ നിശ്ചയിച്ചുറച്ചിരിക്കുന്നുവോ അവർക്ക് അലഭ്യമാകും. ഇതൊക്കെ എനിക്ക് എങ്ങനെ അറിയാം? ഈ പുസ്തകം വായിച്ചു തീരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം ലഭിക്കും. ഒരു പക്ഷേ ആദ്യ അധ്യായത്തിൽ തന്നെ നിങ്ങൾക്ക് ഉത്തരം ലഭിച്ചേക്കാം. അതല്ലെങ്കിൽ അത് അവസാനത്തെ താളിൽ നിന്നാകാം ലഭിക്കുന്നത്. കാർനെജിന്റെ അഭ്യർത്ഥന പ്രകാരം ഗവേഷണവുമായി 20 വർഷം ഞാൻ നടന്നപ്പോൾ പ്രശസ്തരായ നൂറുകണക്കിനാളുകളെ വിശകലനം ചെയ്യുകയുണ്ടായി. അവരിൽ മിക്കവരും കാർനെജിന്റെ രഹസ്യം സ്വീകരിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തതുകൊണ്ടാണ് തങ്ങൾക്ക് ഈ സൗഭാഗ്യങ്ങൾ വന്നത് എന്ന് സമ്മതിച്ചു. ഈ രഹസ്യം ഉപയോഗിക്കാൻ താൽപ്പര്യം ജനിച്ചതിനുശേഷം തനിക്കിഷ്ടമുള്ള മേഖലയിൽ വിജയം കൈവരിക്കാത്ത ഒരാളെയും ഞാനിതുവരെ കണ്ടിട്ടില്ല. ഈ രഹസ്യം കയ്യിലില്ലാതെ സമ്പത്ത് കുന്നുകൂട്ടുന്ന അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും സ്വന്തമാക്കുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. ഈ 2 സത്യങ്ങൾ മുൻനിർത്തി ഞാൻ ഈ രഹസ്യത്തിന്റെ തീർപ്പിലേക്കെത്തുന്നു. വിദ്യാഭ്യാസം എന്ന് വിളിക്കപ്പെടുന്ന മാർഗത്തിലൂടെ ലഭിക്കുന്നതിലും അധികമായി ഈ രഹസ്യസൂത്രവാക്യം സ്വീകരിക്കുന്നതിലൂടെ ലഭിക്കുന്ന ജ്ഞാനം സ്വയം നിർണയത്തിന് അത്യന്താപേക്ഷിതമാണ് എന്നതാണ് ആ തീരുമാനം. സ്കൂൾ വിദ്യാഭ്യാസം എന്നതിനെ വിലകുറച്ച് കാണിക്കാൻ ഞാൻ ശ്രമിക്കുകയല്ല. പകരം ഈ രഹസ്യം സ്വീകരിച്ച് അതിൽ നിപുണരായി അതിനെ പ്രായോഗിക തലത്തിൽ ഉപയോഗിക്കുന്നവർ ഉന്നതങ്ങളിലെത്തും എന്ന് പറയുക മാത്രമാണ് ചെയ്യുന്നത്. അവർ സമ്പന്നരാകും. തന്റെ ജീവിതത്തിന്റെ വിലപേശൽ സ്വന്തം നിലയിൽ നടത്തും. അതിനവർ എത്രകാലം സ്കൂളിൽ ചിലവിട്ടു എന്നത് ബാധകമാകുന്നില്ല. നമ്മളിനി ആദ്യ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എന്റെ സുഹൃത്തിന്റെ കഥയിലേക്ക്. ഈ കഥ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതുപോലെ മറ്റ് കഥകളും വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അവ ജീവിതത്തിന്റെ പല പ്രധാന പ്രശ്നങ്ങളെയും കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നത് ഓർത്തിരിക്കുക. അതെല്ലാം മനുഷ്യരുടെ അനുഭവങ്ങളാണെന്ന് ഓർക്കുക. ചിലർക്ക് ഒരു ജീവിതമാർഗത്തിനായുള്ള പരിശ്രമമാണെങ്കിൽ മറ്റു ചിലർക്ക് ഒരു പ്രതീക്ഷയ്ക്ക് വേണ്ടിയാകാം. അല്ലെങ്കിൽ ധൈര്യത്തിന്, മനഃശാന്തിക്ക്, സമാധാനത്തിന്. അതുമല്ലെങ്കിൽ ധനം കൂട്ടാൻ, മനസ്സിന്റെയും ആത്മാവിന്റെയും സ്വാതന്ത്ര്യമനുഭവിക്കാൻ. ആദ്യ അധ്യായം തുടങ്ങുന്നതിനു മുമ്പ് കാർനെജിന്റെ രഹസ്യം തിരിച്ചറിയുന്നതിനുള്ള ഒരു ചെറിയ സൂചകം ഞാൻ തരാം. അതിതാണ്: എല്ലാ നേട്ടങ്ങളും, സമ്പാദിക്കപ്പെട്ട എല്ലാ സമ്പത്തുകളും ഒരാശയത്തിൽ നിന്നാണ് തുടങ്ങിവച്ചിരിക്കുന്നത്. രഹസ്യമെന്തെന്നറിയാൻ നിങ്ങൾ തയ്യാറായെങ്കിൽ പാതി നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. അതിനാൽ മറുപാതി അതെപ്പോൾ നിങ്ങളുടെ മനസ്സിലെത്തുന്നോ അപ്പോൾ നിങ്ങൾ ഉടൻ തിരിച്ചറിയും. നമ്മൾ എന്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതേ നമുക്ക് ലഭിക്കുകയുള്ളൂ. ചിന്തകളെ ഭൗതിക യാഥാർത്ഥ്യങ്ങളാക്കി മാറ്റാനാകും എന്ന് നെപ്പോളിയൻ ഹിൽ നമുക്ക് പറഞ്ഞു തരുന്നു. അദ്ദേഹത്തിന്റെ 25 വർഷത്തെ ഗവേഷണങ്ങളുടെ ഫലമാണീ പുസ്തകം.
പുസ്തകത്തിൽ തന്റെ സ്വന്തം പുത്രന്റെ ഉദാഹരണം മനസ്സിനെ സ്പർശിക്കും വിധത്തിൽ തന്നെ അദ്ദേഹം നൽകിയിട്ടുണ്ട്. അങ്ങനെ അനേകം ഉദാഹരണങ്ങളും യഥാർത്ഥ സംഭവങ്ങളും ഇതിലുണ്ട്. 500ഓളം വിജയികളായ വ്യക്തിത്വങ്ങളെ 20 വർഷത്തോളം നിരീക്ഷിച്ച് അവരുടെ വിജയരഹസ്യങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തിയാണ് നെപ്പോളിയൻ ഹിൽ ഈ ഗ്രന്ഥരചന നിർവഹിച്ചത്. അവരിൽ ചിലർ: ഹെൻറി ഫോർഡ്, ജോർജ് എസ്. പാർക്കർ, ജോർജ് ഈസ്റ്റ്മാൻ, തെയോഡർ റൂസ്വെൽറ്റ്, വിൽബുർ വറൈറ്റ്, ചാൾസ് എം സ്ക്വാബ്, ജോൺ ഡി റോക്കഫെല്ലർ, വുഡ്രോ വിൽസൺ, തോമസ് ആൽവ എഡിസൺ. ചിന്തയുടെ ശക്തി. തോമസ് എ. എഡിസണുമൊത്ത് പങ്കാളിത്തം വേണമെന്ന് ചിന്തിച്ച മനുഷ്യൻ. ഏകദേശം 30 വർഷങ്ങൾക്ക് മുമ്പ് എഡ്വിൻ സി. ബാൺസ് ചിന്തിച്ചുകൊണ്ട് ധനികരാകുക എന്നത് എത്ര സത്യമാണെന്ന് കണ്ടെത്തുകയുണ്ടായി. ഈ കണ്ടെത്തൽ ഒരൊറ്റ തവണത്തെ ചിന്ത കൊണ്ട് വന്നതല്ല, സാവധാനത്തിൽ, കുറച്ചായി, മഹാനായ എഡിസന്റെ വ്യാപാര പങ്കാളിയാകുക എന്ന ഉത്കടമായ ഇച്ഛയോടെ തുടക്കമിട്ട് സംഭവിച്ചതാണ്. അദ്ദേഹത്തിന് എഡിസണോടൊപ്പം ജോലി ചെയ്യണം, എഡിസനു വേണ്ടി ജോലി ചെയ്യുകയല്ല. അങ്ങനെ എഡിസന്റെ പരീക്ഷണശാലയിലെത്തി. ആ ഉപജ്ഞാതാവിനൊപ്പം വ്യാപാര സഖ്യത്തിലേർപ്പെടാനാണ് താൻ വന്നിരിക്കുന്നതെന്ന് പ്രഖ്യാപിച്ചു. ബാൺസുമായുള്ള ഈ ആദ്യ സമാഗമത്തെക്കുറിച്ച് എഡിസൺ വർഷങ്ങൾക്ക് ശേഷം ഓർക്കുന്നതിങ്ങനെയാണ്: അയാൾ ഒരു സാധാരണ നാടോടിയെപ്പോലെ വന്നുകയറി എന്റെ മുന്നിൽ നിന്നു. എന്നാൽ അയാളുടെ മുഖത്ത് താൻ എന്തിനു വന്നോ അത് നേടിയിട്ടേ പോകുകയുള്ളൂ എന്ന ഭാവമുണ്ടായി. അത് ആ മുഖം വിളിച്ചു പറഞ്ഞിരുന്നു. വർഷങ്ങളായി മനുഷ്യരുമായി ഇടപഴകിയതിന്റെ അനുഭവത്തിൽ എനിക്ക് ഒരു കാര്യമറിയാം. ഒരാൾ എന്തെങ്കിലും നേടണമെന്ന് മനസ്സറിഞ്ഞാഗ്രഹിച്ചാൽ അത് ലഭിക്കാനായി പിന്നെ എന്തും ചെയ്യും. അയാൾ അത് നേടിയെടുക്കുകയും ചെയ്യും. അയാൾ ചോദിച്ച അവസരം ഞാൻ നൽകി. അതിൽ വിജയിക്കുന്നതുവരെ ഉറച്ചു നിൽക്കാൻ അയാൾ തയ്യാറാണെന്ന് എനിക്ക് മനസ്സിലായി. അതിനെ തുടർന്ന് വന്ന സംഭവവികാസങ്ങൾ എന്റെ തീരുമാനം തെറ്റിയില്ല എന്ന് കാണിച്ചു. യുവാവായ ബാൺസ് അപ്പോൾ എഡിസണോട് എന്ത് പറഞ്ഞു എന്നതിന് പ്രാധാന്യമൊന്നുമില്ല. അതിലും പ്രാധാന്യം അയാൾ എന്ത് ചിന്തിച്ചു എന്നതിനാണ്. എഡിസണും അത് തന്നെയാണ് പറഞ്ഞത്. ആ യുവാവിന്റെ ശരീരപ്രകൃതിയോ രൂപമോ ആയിരിക്കില്ല എഡിസന്റെ ഓഫീസിൽ വെച്ച് അയാൾക്ക് അയാളിച്ഛിച്ച ജീവിതത്തിന്റെ തുടക്കം സമ്മാനിച്ചത്. അയാളുടെ ചിന്തയായി മുഖ്യം. ആദ്യ അഭിമുഖത്തിൽ തന്നെ ബാൺസിന് എഡിസണുമൊത്തുള്ള പങ്കാളിത്തം ലഭ്യമായില്ല. എഡിസന്റെ ഓഫീസിൽ ജോലി ചെയ്യാൻ, വളരെ കുറഞ്ഞ ഒരു വേതനത്തിൽ ജോലി ചെയ്യാൻ അവസരം ലഭിച്ചു. എഡിസനെ സംബന്ധിച്ചിടത്തോളം അത്ര പ്രാധാന്യമൊന്നുമില്ലാത്ത ഒരു ജോലിയാണ് ബാൺസിനെ ഏൽപ്പിച്ചത്. എന്നാൽ ബാൺസിന് അത് വളരെ പ്രാധാന്യമുള്ളതായി. കാരണം അത് ബാൺസിന് അയാളുടെ വ്യാപാര ചരക്ക് പ്രദർശിപ്പിക്കാനുള്ള അവസരം നൽകി. തന്റെ പങ്കാളിക്ക് കാണാനാകും വിധത്തിൽ പ്രദർശിപ്പിക്കാനുള്ള അവസരം. മാസങ്ങൾ കടന്നുപോയി. എന്നാൽ ബാൺസ് തന്റെ സൂക്ഷ്മവും വ്യക്തവുമായ മുഖ്യലക്ഷ്യം എന്ന് തീരുമാനിച്ചുറച്ചതെന്തോ അതിനടുത്തേക്കെത്താൻ തക്ക ഒന്നും സംഭവിച്ചില്ല. പക്ഷേ അതേസമയം ബാൺസിന്റെ മനസ്സിൽ ചിലതെല്ലാം സംഭവിക്കുകയുണ്ടായി. എഡിസന്റെ വ്യാപാര പങ്കാളിയാകുക എന്ന ഇച്ഛ അയാൾ നിരന്തരം പൊലിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഒരാൾ എന്തെങ്കിലും നേടാൻ പൂർണ്ണമായും തയ്യാറായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് നേടാൻ ഇച്ഛിച്ചോ അത് പ്രകടമാകും എന്ന് മനഃശാസ്ത്രജ്ഞർ പറഞ്ഞിട്ടുള്ളത് തീർത്തും ശരിയാണ്. അന്വേഷിച്ചുകൊണ്ടിരുന്ന അവസരം കണ്ടെത്താൻ കരുത്തുള്ളതാവുകയും ചെയ്തു. അവസരം പക്ഷേ മറ്റൊരു രൂപത്തിലാണ് വന്നത്. ബാൺസ് പ്രതീക്ഷിക്കാത്ത ഒരു ദിശയിൽ നിന്നാണത് വന്നത്. അതാണ് അവസരത്തിന്റെ മറ്റൊരു സൂത്രം. പലപ്പോഴും പിൻവാതിലിലൂടെ കയറിവരിക എന്നൊരു തന്ത്രപരമായ സ്വഭാവം അതിനുണ്ട്. പലപ്പോഴും അതെത്തുന്നത് നിർഭാഗ്യങ്ങളുടെ വേഷമണിഞ്ഞാകാം. അതല്ലെങ്കിൽ താൽക്കാലിക പരാജയങ്ങളുടെ. അതുകൊണ്ടാകണം പലരും അവസരങ്ങളെ തിരിച്ചറിയുന്നതിൽ പരാജയപ്പെടുന്നത്. എഡിസൺ അക്കാലത്ത് ഒരു പുതിയ ഓഫീസ് ഉപകരണത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടേയുണ്ടായിരുന്നുള്ളൂ. അക്കാലത്ത് അതിനെ ജനങ്ങൾ എഡിസൺ ഡിക്റ്റേറ്റിംഗ് മെഷീൻ എന്നാണ് വിളിച്ചിരുന്നത്. ഇന്നതിനെ എഡിഫോൺ എന്ന് വിളിക്കുന്നു. അദ്ദേഹത്തിന്റെ വിൽപ്പനക്കാരൻ ഈ പുതിയ യന്ത്രം അത്ര ആവേശമൊന്നും നൽകിയില്ല. നല്ല അധ്വാനമില്ലാതെ അത് വിറ്റുപോകില്ല എന്നവർ വിശ്വസിച്ചു. ഇതൊരു അവസരമാണെന്ന് ബാൺസിന് മനസ്സിലായി. അയാൾ സാവധാനത്തിൽ രംഗത്തേക്ക് ഇഴഞ്ഞെത്തി. ബാൺസിനെയും ഉപജ്ഞാതാവിനെയുമല്ലാതെ മറ്റാരെയും ആവേശം കൊള്ളിക്കാത്ത യന്ത്രത്തെ ബാൺസ് വീക്ഷിച്ചു. എഡിസൺ ഡിക്റ്റേറ്റിംഗ് മെഷീൻ തനിക്ക് വിൽക്കാനാകുമെന്ന് ബാൺസിന് മനസ്സിലായി. അയാളത് എഡിസണോട് പറഞ്ഞു. അതിനുള്ള അവസരവും ലഭ്യമായി. അയാൾ ആ മെഷീൻ വിറ്റു. വെറുതെ വിറ്റു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. അതിന്റെ വിൽപ്പന ഒരു വലിയ വിജയമായി.
ഇത് കണ്ട എഡിസൺ രാജ്യമെമ്പാടും അത് വിതരണം ചെയ്യുന്നതിനുള്ള അവകാശം ബാൺസിന് നൽകി. ഈ കൂട്ടുകെട്ട് മൂലം ഒരു പരസ്യവാചകം രൂപപ്പെട്ടു. എഡിസണാൽ നിർമ്മിക്കപ്പെട്ടത്, ബാൺസിനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടത് എന്നായിരുന്നു അത്. ഈ വ്യാപാര പങ്കാളിത്തം നിലവിൽ വന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. അതുവഴി ബാൺസ് ധനികനായി. എന്നാൽ അദ്ദേഹം അതിനേക്കാൾ മഹത്തരമായ മറ്റൊരു കാര്യം ചെയ്തിരുന്നു. ഒരാൾ ചിന്തിക്കുന്നു എങ്കിൽ ധനികനാകും എന്നദ്ദേഹം തെളിയിച്ചു. ഇനി നമുക്ക് മറ്റൊരു അവസ്ഥ ശ്രദ്ധിക്കാം. ധാരാളം ധനമുണ്ടായിരുന്ന, തൊട്ടറിയാവുന്ന പലതുമുണ്ടായിരുന്ന, എന്നാൽ അതൊക്കെ നഷ്ടപ്പെട്ട ഒരാളുടെ കഥ. അതെല്ലാം നഷ്ടപ്പെടാൻ കാരണം അദ്ദേഹം എന്തന്വേഷിച്ചുകൊണ്ടിരുന്നോ അത് നേടിയെടുക്കുന്നതിന് 3 അടി മുമ്പ് ആ ശ്രമം ഉപേക്ഷിച്ചു എന്നതാണ്. സ്വർണ്ണഖനിക്ക് 3 അടി അരികെ. പരാജയത്തിനുള്ള ഏറ്റവും സർവ്വസാധാരണമായ കാരണങ്ങളിലൊന്ന് ഒരു താൽക്കാലിക പരാജയം സംഭവിച്ചാലുടൻ പ്രവർത്തനത്തിൽ നിന്ന് പിന്തിരിയുന്നതാണ്. ഈ ഒരു തെറ്റ് മിക്കവാറും എല്ലാവർക്കും ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരിക്കൽ സംഭവിച്ചിട്ടുണ്ടാകാം. ഡാർബിയുടെ ഒരു അമ്മാവൻ സ്വർണ്ണ ഖനനം എല്ലാവരുടെയും തലയ്ക്ക് പിടിച്ചിരുന്ന കാലത്ത് പശ്ചിമ പ്രദേശങ്ങളിലേക്ക് ഖനികളിലൂടെ ധനികനാകാനായി പോകുകയുണ്ടായി. എന്നാൽ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുത്തതിലും വളരെയധികം സ്വർണം മനുഷ്യരുടെ ബുദ്ധിയിൽ നിന്ന് കുഴിച്ചെടുത്തിട്ടുണ്ട് എന്ന് അദ്ദേഹം ഒരിക്കലും കേട്ടിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം ആയുധങ്ങളുമായി കുഴിക്കാനിറങ്ങി. അത്ര എളുപ്പമായിരുന്നില്ല അത്. എന്നാൽ സ്വർണം ലഭിക്കാനുള്ള ഇച്ഛ. അനേകം ആഴ്ചകളുടെ അധ്വാനത്തിനു ശേഷം തിളങ്ങുന്ന അരി അദ്ദേഹത്തിന് കണ്ടെത്താനായി. അത് ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് കൊണ്ടുവരാൻ ചില യന്ത്രസാമഗ്രികൾ ആവശ്യമുണ്ടായി. അയാൾ ഖനി അടച്ചു. മേരിലാൻഡിലുള്ള വില്യംസ്ബർഗിലെ വീട്ടിലേക്ക് മടങ്ങി. യന്ത്രസാമഗ്രികൾക്കുള്ള പണം കണ്ടെത്തി. ഡാർബിയും അമ്മാവനും വീണ്ടും ഖനിയിലേക്ക് മടങ്ങി. ഖനിയിൽ നിന്ന് ലോഹ അരിന്റെ ആദ്യ ലോഡ് പുറത്തെടുത്തു. അതിനെ ലോഹമുരുക്കുന്നവർക്കരികിലേക്ക് അയച്ചു. കൊളറാഡോയിലെ ഏറ്റവും സമ്പന്നമായ ഖനികളിൽ ഒന്നാണിത് എന്ന് ഫലം വന്നു. ഏതാനും ലോഡുകൾ കൂടി പുറത്തെടുത്താൽ കടമെല്ലാം വീടുമെന്നായി. അത് കഴിഞ്ഞാൽ പിന്നെ ലഭിക്കുന്നതെല്ലാം ലാഭമാകുമെന്നായി. കൂടുതൽ ആഴങ്ങളിലേക്ക് കുഴിക്കപ്പെട്ടു. ഡാർബിയുടെയും അമ്മാവന്റെയും പ്രതീക്ഷകൾ ഉയർന്നു. പക്ഷേ അപ്പോൾ അവിചാരിതമായ ചിലത് സംഭവിച്ചു. സ്വർണ്ണ അരി അപ്രത്യക്ഷമായി. അതിനപ്പുറം സ്വർണമില്ല. അവർ വീണ്ടും കുഴിച്ചു. ഇവിടെ നിന്നെങ്കിലും ഇത്തിരി തരി ലഭിക്കുമോ എന്ന് ശ്രമിച്ചു. അവസാനം അവർ ശ്രമം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവർ യന്ത്രസാമഗ്രികളെല്ലാം പഴയ വസ്തുക്കൾ വാങ്ങുന്ന ഒരാളിന് ഏതാനും $ന് വിറ്റു. അടുത്ത തീവണ്ടിയിൽ വീട്ടിലേക്ക് മടങ്ങി. ഇത്തരം ഉപേക്ഷിക്കപ്പെട്ട വസ്തുക്കൾ വാങ്ങുന്നവരിൽ ചിലരെങ്കിലും ബുദ്ധിശൂന്യരാകും. എന്നാൽ ഇത് വാങ്ങിയയാൾ അത്തരക്കാരനായിരുന്നില്ല. അയാൾ ഖനികളെക്കുറിച്ചറിയാവുന്ന ഒരു എഞ്ചിനീയറുടെ സഹായം തേടി. ഈ പദ്ധതി ഒരു പരാജയമായതിന് കാരണം ഖനിയിലെ രേഖകളെക്കുറിച്ച് അതിന്റെ ഉടമകൾക്ക് അറിവില്ലാത്തതാണെന്ന് അയാൾ വിധിയെഴുതി. അയാളുടെ കണക്കൂട്ടലനുസരിച്ച് ഡാർബിയും അമ്മാവനും കുഴിക്കൽ അവസാനിപ്പിച്ചതിന്റെ കേവലം 3 അടി കീഴെ വീണ്ടും സ്വർണ്ണ അരി കണ്ടെത്തുമെന്നായി. കേവലം 3 അടി കൂടി കുഴിച്ചപ്പോൾ അത് കണ്ടെത്തുകയും ചെയ്തു. ചവർ വാങ്ങുന്ന ആ വ്യാപാരികൾ ആ ഖനിയിൽ നിന്ന് ദശലക്ഷക്കണക്കിന് $ന്റെ സ്വർണം കുഴിച്ചെടുത്തു. ശ്രമം ഉപേക്ഷിക്കുന്നതിന് മുമ്പ് നിപുണരുടെ ഉപദേശമാരായണം എന്നവർക്ക് അറിയാവുന്നതിനാലാണ് ഇത് സംഭവിച്ചത്. 3 അടി മുന്നിൽ വെച്ച് നിർത്തിവച്ചതിനാൽ തനിക്ക് വലിയൊരു നിധി നഷ്ടമായി എന്ന തിരിച്ചറിവ് ഡാർബിന് ഉപകാരപ്രദമായി. ആ അഭാവത്തിൽ നിന്ന് അദ്ദേഹം ലാഭം കൊയ്തു. താൻ തിരഞ്ഞെടുത്ത പുതിയ മേഖലയിൽ വിജയം കൈവരിച്ചു. ഒരാളുടെ ജീവിതത്തിൽ വിജയമെത്തുന്നതിനു മുമ്പ് താൽക്കാലിക പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടിവരിക സാധാരണമാണ്. പരാജയം ഒരാളെ മറികടന്നാൽ, അയാളെ കവർന്നെടുത്താൽ, അയാൾക്ക് ഏറ്റവും എളുപ്പം സ്വീകരിക്കാവുന്നത് ഉപേക്ഷിക്കുക എന്ന നയമാണ്. മിക്കവാറും ആളുകൾ, ഭൂരിപക്ഷമാളുകൾ ചെയ്യുന്നതും ഇതുതന്നെ. ഈ രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുമുള്ള വിജയികളായ 500ഓളം ആളുകൾ എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അവരുടെ വിജയം അവർ അതിനു മുമ്പ് പരാജയപ്പെട്ടതിൽ നിന്ന് കേവലം ഒരടി ദൂരെ മാത്രമായി എന്നതാണത്. പരാജയം കൗശലക്കാരനാണ്. ഇത്തിരി വ്യാജസ്തുതിയും കൗശലവും കൂടെയുള്ളവനാണ്. വിജയം കൈയെത്തും ദൂരത്തുള്ളപ്പോൾ കൗശലപൂർവ്വം വഴിതെറ്റിക്കാനുള്ള കഴിവ് അതിനുണ്ട്. പരാജയത്തെ എങ്ങനെ എവിടെ വെച്ച് അവസരങ്ങൾക്കുള്ള ചവിട്ടുപടികളാക്കി മാറ്റാം? ഈ ചോദ്യത്തിനുള്ള ഉത്തരമെന്ന നിലയിലാണ് ഈ പുസ്തകം എഴുതപ്പെട്ടിരിക്കുന്നത്. ഇതിനുള്ള ഉത്തരം 13 സിദ്ധാന്തങ്ങളുടെ വിശദീകരണത്തിന് രൂപം നൽകി. വിജയം പരിശ്രമിച്ച് നേടേണ്ടതാണെന്നതാണ് ഇതിലെ പ്രധാന ആശയം. ഉപകാരപ്രദമായ ആശയങ്ങളുടെ സൃഷ്ടിക്കായി അറിയാവുന്നതിൽ ഏറ്റവും മികച്ചവയും പ്രായോഗികമായവയുമായ മാർഗങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. ഐശ്വര്യം, സമ്പത്ത് എന്നിവ വന്നു ചേരാൻ തുടങ്ങുമ്പോൾ അത് വളരെ പെട്ടെന്ന് തന്നെ എത്തുന്നു, വളരെ സമൃദ്ധമായി വന്നു ചേരുന്നു.
തന്റെ കഷ്ടകാലത്ത് ഇതൊക്കെ എവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു എന്ന ചിന്ത ഒരാളിൽ വരുത്തുന്ന രീതിയിലായിരിക്കും അവയുടെ വരവ്. ധനം, ഐശ്വര്യം എന്നത് വളരെ കഠിനാധ്വാനം ചെയ്യുന്നവർക്കും ദീർഘകാലമായി അധ്വാനിക്കുന്നവർക്കും മാത്രം കൈവരുന്നതാണെന്ന ചിന്ത വളരെ ജനകീയമായിരിക്കുമ്പോൾ പ്രത്യേകിച്ചും. ചിന്തിച്ച് ധനികരാകുമ്പോൾ ഐശ്വര്യം, ധനം എന്നിവ ഒരു മാനസികാവസ്ഥയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അത് നേടാൻ അധികം കഠിനാധ്വാനമൊന്നും ആവശ്യമില്ലെന്ന് മനസ്സിലാക്കാം. ഈ മാനസികാവസ്ഥ നേടാൻ നിങ്ങൾക്കും മറ്റുള്ളവർക്കും താൽപ്പര്യം ഉണ്ടാകണം. ഞാൻ ഇതിനായി 25,000 ആളുകളെക്കുറിച്ച് പഠിക്കുകയും വിശകലനം ചെയ്യുകയുമുണ്ടായി. അതിനായി 25 വർഷം ചിലവിട്ടു. ധനികർ എങ്ങനെ അങ്ങനെയായി എന്നറിയാൻ എനിക്കും താൽപ്പര്യമുണ്ടായി. അസാധ്യം എന്ന വാക്കിനോട് ഒരു ശരാശരി മനുഷ്യനുള്ള പരിചയമാണ് അവരിലെ പ്രധാന ദൗർബല്യങ്ങളിലൊന്ന്. വിജയിക്കണം എന്ന മനസ്ഥിതിയുള്ളവരെ തേടി വിജയമെത്തും. എന്നാൽ ഒന്നിലും താൽപ്പര്യമില്ലാതെ പരാജയ മനസ്ഥിതിയുള്ളവരെ തേടിവരുന്നത് പരാജയമാകും. മിക്കവാറും എല്ലാവരിലും കാണുന്ന മറ്റൊരു ബലഹീനത സ്വന്തം വിശ്വാസങ്ങളും ധാരണകളും മുൻനിർത്തി എല്ലാവരെയും എല്ലാത്തിനെയും അളക്കുക എന്നതാണ്. നിങ്ങളുടെ വിധിയുടെ യജമാനൻ നിങ്ങളാണ്. നിങ്ങളുടെ ആത്മാവിന്റെ കപ്പിത്താൻ നിങ്ങളാണ്. വലിയ രീതിയിൽ ധനസമ്പാദനം നടത്തിയ 500-ൽ പരമാളുകളിൽ നിന്ന് ശേഖരിച്ചതാണീ സിദ്ധാന്തങ്ങൾ. അവരിൽ മിക്കവരും ജീവിതത്തിന്റെ ആദ്യകാലങ്ങളിൽ ദരിദ്രരായിരുന്നു, അധികം വിദ്യാഭ്യാസമില്ലാത്തവരായിരുന്നു. ഈ സിദ്ധാന്തങ്ങൾ പ്രാവർത്തികമാണെന്ന് ഇവർ കാണിച്ചു. അതിനാൽ അതെല്ലാം നിങ്ങളുടെ ഗുണത്തിനും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒന്നുകിൽ വിജയിക്കണം, അല്ലെങ്കിൽ അതോടെ അസ്തമിച്ചില്ലാതാകണം. പണത്തിന്റെ ആവശ്യം, ലക്ഷ്യം തിരിച്ചറിയാനാകുന്നവരെല്ലാം അത് വേണം എന്നാഗ്രഹിക്കുന്നവരുമാണ്. എന്നാൽ അങ്ങനെ ആഗ്രഹിച്ചതുകൊണ്ട് ധനം വന്നുചേരില്ല. അതേസമയം ഒരു ഒഴിയാബാധ എന്ന നിലയിൽ ആ ഇച്ഛ മനസ്സിൽ കടന്നുകൂടിയാൽ, അതിനായി പദ്ധതികൾ മെനഞ്ഞെടുത്താൽ നിങ്ങൾക്ക് ധനസമ്പാദന മാർഗങ്ങൾ തുറന്നു കിട്ടും. ആ പദ്ധതികൾ നിങ്ങൾ നിരന്തരം പിന്തുടരണം. അങ്ങനെയാകുമ്പോൾ അവ പരാജയത്തെ തിരിച്ചറിയില്ല. ധനം നിങ്ങളെ തേടിവരികയും ചെയ്യും. വലിയ രീതിയിൽ ധനം സമ്പാദിച്ചിട്ടുള്ളവരെല്ലാം ആദ്യമൊക്കെ ഉറച്ച് സ്വപ്നം കണ്ടിരുന്നു. പ്രതീക്ഷകളും ആഗ്രഹങ്ങളും കയ്യിൽ വെച്ചിരുന്നു. പദ്ധതികൾ മെനഞ്ഞിരുന്നു. അതിനുശേഷമാണ് ധനം അവരെ തേടിയെത്തിയത്. സംസ്കാരത്തിന്റെ ആദ്യ നാളുകൾ മുതൽ ഇതുവരെയുമുണ്ടായിട്ടുള്ള ഏതൊരു മഹാനായ നേതാവും ഒരു സ്വപ്നജീവിയായിരുന്നു എന്ന് നിങ്ങൾക്കെല്ലാം അറിവുള്ളതാണല്ലോ. നിങ്ങളുടെ ഭാവനയിൽ വലിയ ഐശ്വര്യങ്ങളും മറ്റും കാണുന്നില്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ നീക്കിയിരിപ്പിലും അതുണ്ടാകില്ല. ധനം കൂട്ടാൻ ആഗ്രഹിക്കുന്ന നമ്മൾ ഒരു കാര്യം എപ്പോഴും ഓർത്തിരിക്കേണ്ടതുണ്ട്. നേരിട്ട് കാണാത്ത, ജനിച്ചിട്ടേയില്ലാത്ത അവസരങ്ങളെ മൂക്ക് കയറിട്ട് നിർത്തിയവരാണ് ഈ ലോകത്തിലെ യഥാർത്ഥ നേതാക്കളെല്ലാം. അത്തരം കരുത്തുകളെ, അഥവാ ചിന്തകളുടെ പ്രണോദനങ്ങളെ, അമ്പരചുംബികളോ നഗരങ്ങളോ ഫാക്ടറികളോ വിമാനങ്ങളോ വാഹനങ്ങളോ അല്ലെങ്കിൽ ജീവിതത്തെ അത്യന്തം സുഖകരമാക്കി മാറ്റുന്ന ഏതെങ്കിലും സൗകര്യങ്ങളോ ആക്കി മാറ്റിയവരും അവർ തന്നെയാണ്. ഏറ്റവും വലിയ നേട്ടങ്ങൾ ആദ്യം ഒരിക്കൽ ഒരു സ്വപ്നം മാത്രമായിരുന്നു. മറ്റൊരു കാര്യം കൂടി ഓർക്കണം. ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടിയവരെല്ലാവരുടെയും തുടക്കം അത്ര ഗംഭീരമൊന്നുമായിരുന്നില്ല. താരതമ്യേന മോശം തുടക്കമായിരുന്നു അവരുടേത്. അതിനുശേഷവും അവർ അവരുടെ വരവ് അറിയുന്നതിനിടയിൽ ഒരുപാട് വൈഷമ്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. വിജയിക്കുന്നവരുടെ ജീവിതത്തിലെ വഴിത്തിരിവ് മിക്കവാറും ഏതെങ്കിലും വൈഷമ്യങ്ങൾക്ക് നടുക്ക് വെച്ചാകും വന്നിട്ടുണ്ടാകുക. അതുവഴി അവർ അവരിലെ മറ്റൊരു മുഖത്തെ പരിചയപ്പെട്ടിട്ടുണ്ടാകും. ഏതൊരാളും അയാളാകുന്നത് അയാളുടെ മനസ്സിൽ പ്രബലമായിരിക്കുന്ന ചിന്തകൾ മൂലമാണ്. അതായത് ഒരാൾ അയാളുടെ മനസ്സിൽ മനഃപൂർവ്വം സ്ഥാപിക്കുന്ന ചിന്തകൾ മൂലം. ആ ചിന്തകളെ അയാൾ പ്രോത്സാഹിപ്പിക്കുന്നു. അതിൽ അയാൾ അയാളുടെ ഒന്നോ അതിലധികമോ വികാരങ്ങളെ കൂട്ടിച്ചേർക്കുന്നു. ഇവ പ്രേരകശക്തികളായിരുന്നു. അത് അയാളുടെ എല്ലാ ചലനങ്ങളുടെയും പ്രവൃത്തികളുടെയും പ്രവർത്തനങ്ങളുടെയും നിയന്ത്രണം നേരിട്ടേറ്റെടുക്കുന്നു.